മലപ്പുറം പള്ളിപ്പുറത്ത് നിന്ന് കാണാതായ വിഷ്ണുജിത്തിനെ അല്പസമയത്തിനകം മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കും. ഊട്ടിയിൽ നിന്നാണ് വിഷ്ണുജിത്തിനെ കണ്ടെത്തിയത്. സാമ്പത്തിക പ്രതിസന്ധിയാണ് നാട് വിടാൻ കാരണമെന്നാണ് നിഗമനം. വിവരങ്ങളുമായി അഷ്കർ അലി കരിമ്പ ചേരുന്നു. അഷ്കർ, വിഷ്ണുജിത്തിനെ മലപ്പുറത്ത് എത്തിച്ചെന്ന വിവരമാണ് ഇപ്പോൾ പുതുതായി വരുന്നത്. മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അല്പസമയത്തകം തന്നെ വിഷ്ണുജിത്തുമായുള്ള പോലീസ് സംഘം മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ എത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടെയാണ്, ഏകദേശം 1 മണിയോടെയാണ് വിഷ്ണുജിത്തിനെ ഊട്ടിയിൽ നിന്നും, തമിഴ്നാട്ടിലെ ഊട്ടിയിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചത്. കഴിഞ്ഞ 4-ാം തീയതി കാണാതായ വിഷ്ണുജിത്തിന് വേണ്ടി വലിയ തോതിൽ വ്യാപകമായി തന്നെ പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു. മലപ്പുറം ഡിവൈഎസ്പിയുടെ കീഴിൽ 10 അംഗ സംഘമാണ് അന്വേഷിച്ചിരുന്നത്. ഈ വിഷ്ണുജിത്തിന്റെ തിരോധാനത്തിന് ഏറ്റവും പ്രാധാന്യമേറാൻ കാരണം എന്ന് പറയുന്നത് വിവാഹത്തിന് 4 ദിവസം മുമ്പാണ്, അഥവാ 8-ാം തീയതി വിവാഹം നടക്കാനിരിക്കെയാണ് 4-ാം തീയതി വിഷ്ണുജിത്തിനെ കാണാതാവുന്നത്. തുടർന്ന് വിഷ്ണുജിത്തിന്റെ കുടുംബം മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ വിഷ്ണുജിത്ത് കോയമ്പത്തൂരിൽ എത്തി എന്നത് മാത്രമായിരുന്നു പോലീസിന് ലഭിച്ച വിവരം. പിന്നീട് കഴിഞ്ഞ ദിവസം വിഷ്ണുജിത്തിന് മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ആവുകയും അതിന് ടവർ ലൊക്കേഷൻ ഊട്ടിയിലെ കൂനൂരിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് 2 ടീമായി തിരിഞ്ഞുകൊണ്ട് ഊട്ടിയുടെ വിവിധ മേഖലകളിൽ പോലീസ് വലിയ തോതിൽ അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. ഇതിനോടനുബന്ധിച്ച് തന്നെ വിഷ്ണുജിത്ത് മറ്റൊരാളുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നാട്ടിലുള്ള ചിലരെ ബന്ധപ്പെടാൻ ശ്രമിച്ചതായി പോലീസിന് വിവരം ലഭിച്ചു. ഈ ടവർ ലൊക്കേഷൻ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിനൊടുവിലാണ് വിഷ്ണുജിത്തിനെ ഇന്ന് ഉച്ചയോടെ ഊട്ടിൽ നിന്നും കണ്ടെത്താൻ പോലീസ് സേനയ്ക്ക് സാധിച്ചത്. പോലീസിന്റെ കൃത്യമായ ഒരു ഇടപെടൽ കൂടി ഈ വിഷയത്തിൽ ഉണ്ടായി എന്നുള്ളതും ഏറെ പ്രാധാന്യമുള്ള കാര്യം തന്നെ. അതിനോടൊപ്പം വിഷ്ണുജിത്തിന്റെ തിരോധാനത്തിന് ഇല്ലെങ്കിൽ അപ്രത്യക്ഷമായ കാരണം എന്തെന്നുള്ള ചോദ്യം വലിയ തോതിൽ ഉയരുകയും ചെയ്തിരുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ അപായപ്പെടുത്തിയിട്ടുണ്ടാവുമോ എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ ഉയർന്ന ആശങ്ക. എന്നാൽ സ്വയം മനഃപൂർവ്വം തന്നെ ഒരു യാത്രയ്ക്ക് ഒരുങ്ങിക്കൊണ്ട് വിഷ്ണുജിത്ത് അത്തരത്തിൽ വീട്ടിൽ നിന്നും മാറി നിന്നതാണ് എന്നാണ് പിന്നീട് സ്ഥിരീകരിച്ചത്. വിഷ്ണുജിത്തിനുണ്ടായ സാമ്പത്തിക പ്രയാസങ്ങൾ, വിവാഹമായി ഉണ്ടായിട്ടുള്ള സാമ്പത്തിക ബാധ്യതകൾ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ വീട് വിട്ടു പോകാൻ വിഷ്ണുജിത്തിനെ പ്രേരിപ്പിച്ചതെന്നാണ് ഇപ്പോൾ കുടുംബവും പങ്കുവെക്കുന്നത്. പോലീസും അത്തരമൊരു നിഗമനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തകം തന്നെ വിഷ്ണുജിത്തിനെ മലപ്പുറം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും. വിഷ്ണുജിത്തിനെ മൊഴിയെടുക്കലും പ്രാഥമിക നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ ശേഷം മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കി വിഷ്ണുജിത്തിന്റെ മൊഴികൾക്ക് സ്ഥിരീകരണം നൽകിയ ശേഷം വിഷ്ണുജിത്തിനെ ബന്ധുക്കൾക്ക് ഒപ്പം അയക്കുകയും ചെയ്യും. എന്തായാലും അല്പസമയത്തിനും 7 മണിക്ക് മുമ്പായി തന്നെ വിഷ്ണുജിത്തിനെ മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമെന്നാണ് ഇപ്പോൾ വിവരം ലഭിച്ചിരിക്കുന്നത്. അവർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നമ്മളും. ശരി, അഷ്കർ അലിയാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം പള്ളിപ്പുറത്ത് നിന്ന് കാണാതായ വിഷ്ണുജിത്തിനെ അല്പസമയത്തിനകം മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമെന്ന വിവരമാണ്